ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഓഡിയോ സന്ദേശങ്ങളും വാട്സാപ്പ് സന്ദേശങ്ങളും നമ്മൾ വായിക്കുമ്പോൾ ഇതിൽ രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത്. ആയിരക്കണക്കിന് വാട്സപ്പ് സന്ദേശങ്ങളും സംസാരവുമായിരിക്കും ഒരു കപ്പിൾ തമ്മിൽ ഉണ്ടാകുക. അതിലെ 2 വാട്സപ്പ് സന്ദേശത്തിലെ 10 സെക്കൻഡ് വെച്ച് നമുക്ക് എങ്ങനെ അളക്കാൻ പറ്റും? ഇതിന് മുമ്പും പിമ്പും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഒരു ചെറിയ ഉദാഹരണം പറയാം. എനിക്ക് നിന്നെ പ്രഗ്നൻ്റ് ആക്കണം, ഐ വാണ്ട് ടു മേക്ക് യു പ്രഗ്നൻറ്റ് എന്ന വരി കണ്ടു. അതിന് കുറച്ച് അഭംഗിയുണ്ട്. എന്നാൽ അടുത്ത വരി കുറച്ചുകൂടെ സോഫ്റ്റാണ്, നമുക്കൊരു കുഞ്ഞ് വേണം. നമ്മളിങ്ങനെ കണ്ടു കാണും, ആ ചാറ്റ് നിങ്ങൾ കണ്ടു കാണും. ഈ മാർച്ച് 2025 മാർച്ചിനെ കുറിച്ച് നമുക്ക് മാർച്ചിൽ എല്ലാ ദിവസവും ട്രൈ ചെയ്യാം. രാഹുൽ പീഡിപ്പിക്കുകയായിരുന്നു. ഒരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യുന്നതിനെ നമ്മുടെ നാട്ടിൽ സ്ത്രീപീഡനം എന്നാണ്. അപ്പോൾ ഒറ്റ ചോദ്യം, ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ പറഞ്ഞ രാഹുൽ എന്തുകൊണ്ട് പിന്നെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു? അവർ പിന്നീട് ബ്രേക്കപ്പായി. എന്താണ് കൂടുതൽ ഇൻറ്റിമേറ്റ് കാരണങ്ങളെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലാണ് പറയേണ്ടത്. വേണമെങ്കിൽ എനിക്ക് ഈസി ആയിട്ടൊരു നെറേറ്റീവ് ഉണ്ടാക്കാം. അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയുടെ വിവാഹത്തെക്കുറിച്ച് അറിഞ്ഞത്. അതുകൊണ്ടാണ് രാഹുൽ ബ്രേക്ക് ഓഫ് ചെയ്തത്. ഞാനത് പറയുന്നില്ല, കാര്യം എനിക്കറിയില്ല, എനിക്ക് ഏത് ഡേറ്റിലാണ് അത് സംഭവിച്ചതെന്ന് അറിയില്ല. ഈ സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ബാധ്യതയുണ്ട്. പക്ഷേ ഒറ്റ കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാം, ഈ പെൺകുട്ടി ഓൾറെഡി മാരീഡും മറ്റൊരാളുടെ ഭാര്യ ചെയ്തിട്ടുമില്ലാത്ത ആളാണ്. അപ്പോൾ ഈ നേരത്തെ ഇത് പൂർണ്ണമായും രാഹുൽ ഇക്കാര്യം അറിഞ്ഞിട്ടില്ല എന്നാണ് താങ്കൾ വാദിക്കുന്നത്? അല്ല, ഞാനതാ പറഞ്ഞത്. രാഹുലിന്റെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണോ? രാഹുലിന്റെ സുഹൃത്തുക്കൾ വഴി എല്ലാം പറയുന്നത്, അവരറിയുന്നത് ആദ്യം ബന്ധം സ്ഥാപിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ പെൺകുട്ടി രാഹുലുമായി ബന്ധം സ്ഥാപിക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് അസംഷൻ.